ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അന്യഭാഷാ സിനിമകളിൽ നിന്നും റീമേക്ക് ചെയ്ത മലയാള സിനിമകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമ നോക്കുകയാണെങ്കിൽ മെഡുല്ല ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ രാഹുൽ മാധവും സൈജു കുറുപ്പൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഈ ഒരു സിനിമ തമിഴിലെ വിജയ് സേതുപതിയുടെ നടുവിലെ കൊഞ്ചം പാക്കാത്ത കാണം എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കായിരുന്നു. അപ്പോൾ അടുത്ത സിനിമ നോക്കാം. അടുത്ത സിനിമയാണ് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. കൊച്ചുണ്ണിപ്പ, ഇന്നസെൻറ്റ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരൊക്കെയായിരുന്നു സിനിമയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത്. ഈ ഒരു സിനിമ ഭാമ വിജയ് എന്ന് പറയുന്ന തമിഴ് സിനിമേൻ്റെ റീമേക്കാണ്. അപ്പോൾ അടുത്ത സിനിമയാണ് ഹാപ്പി ഹസ്ബൻഡ്സ്. ജയറാം, ഇന്ദ്രജിത്ത്, ജയസൂര്യ എന്നിവരൊക്കെയായിരുന്നു സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ഈ ഒരു സിനിമ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന പ്രഭുദേവേൻ്റെ ഒരു തമിഴ് സിനിമേൻ്റെ റീമേക്കാണ്. നമുക്ക് അടുത്ത സിനിമ നോക്കാം. അടുത്ത സിനിമ മിസ്റ്റർ ബട്ട്ലർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഗോപാല എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമേൻ്റെ റീമേക്കാണ്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ യുവൻ മര്യാദരാമൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജമൗലിൻ്റെ മര്യാദ രാമണ്ണ എന്ന സിനിമേൻ്റെ റീമേക്കാണ്. അപ്പോൾ അടുത്ത സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമിയും. ഈ ഒരു സിനിമ നമ്മളെ വിജയ് ദേവരക്കൊണ്ട നായകനായ പെല്ലി ചൂപ്പലോ എന്ന് പറയുന്ന സിനിമേൻ്റെ റീമേക്കാണ്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഹിന്ദി സിനിമയായ ജോൺ ജെനി ജനാർദ്ദനൻ എന്ന സിനിമേൻ്റെ റീമേക്കാണ്. അടുത്തത് ശോഭരാജ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ അമിതാഭ് ബച്ചൻ്റെ ഡോൺ എന്ന് പറയുന്ന സിനിമേൻ്റെ റീമേക്കാണ്. മോഹൻലാലാണ് ഈ സിനിമ നായകനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിലും കൂടുതൽ റീമേക്ക് സിനിമകൾ, മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് വന്ന സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ.